ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം സോണിച്ചൻ അത്ഭുതാംഗളമാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണ്. വെളിയനാട്, കുട്ടനാട്, ആലപ്പുഴ കുട്ടനാട് വെളിയനാട് എൻ്റെ വീട്ടിലാണ്. അപ്പോൾ നമ്മളുടെ വീട്ടിലെ വെള്ളം കുറച്ചിറങ്ങി കേട്ടോ, ഓവറായിട്ടൊന്നും ഇറങ്ങിയിട്ടില്ല, ചെറുതായിട്ട് ആ കയറിയ ഒരു സ്പീഡൊന്നും ഇവിടെ കാണുന്നില്ല. ഈ ഇറക്കത്തിൽ പതുക്കെ ഇറങ്ങുന്നുള്ളൂ. അതങ്ങനെയാണ്. വെള്ളം കയറി കഴിഞ്ഞാൽ ഒരു 10 ദിവസം, ഒരാഴ്ച കുറഞ്ഞത് ഒരു 10 ദിവസമെങ്കിലും വെള്ളം പരിക്കകത്തും പരിസരത്തും മുറ്റത്തും ഒക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കും. എന്നിട്ടേ ഇറങ്ങുള്ളൂ. എല്ലാം നാശം വിതച്ച് നമ്മുടെ കൃഷിയെല്ലാം നശിപ്പിച്ച്, പെരയെല്ലാം നശിപ്പിച്ച്, ഫർണിച്ചറും എല്ലാം നശിപ്പിച്ച് എല്ലാം കഴിഞ്ഞിട്ട് പതുക്കെ ഇറങ്ങിപ്പോവും. ഇതാണ് കുട്ടനാട്ട്. എല്ലാ വർഷവും കുട്ടനാട്ടുകാർ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷെ 2018, പിന്നെ 2022, പിന്നെ അതിനുശേഷം 2026, ഇപ്പോഴാണ് ആ 2018 അതേ തൂക്കത്തിലുള്ള ആ വെള്ളം ഇവിടെ വന്നത്. അപ്പോൾ ഈ വിശേഷങ്ങളൊക്കെയാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ക്ലീനിങ് ഒക്കെയാണ് കേട്ടോ. വെള്ളം പെരയ്ക്കകത്തൊക്കെ ഉണ്ട്, മുറ്റത്തും പെരയ്ക്കകത്തും ഒക്കെ ഉണ്ട്. പക്ഷെ ഞാൻ പതുക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. കാരണം എന്താ വെച്ചാൽ അല്ലെങ്കിൽ ഈ ചെളിയെല്ലാം ചേറെല്ലാം കൂടെ കിടന്ന് കട്ടിയായാൽ ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ട് ആ കാഴ്ചകളൊക്കെയാണ് ഞാൻ കാണിക്കുന്നത്. നമുക്ക് ആ വീഡിയോയിലേക്കൊക്കെ പോകാം. അപ്പോൾ പ്രിയമുള്ളവരെ, ഞങ്ങൾ വീട് ക്ലീൻ ചെയ്തു തുടങ്ങി. കാരണം വെള്ളപ്പൊക്കം വന്ന് പെരയ്ക്കകത്തെല്ലാം ചെള്ളയായിരുന്നു. കണ്ടില്ലേ? ഇപ്പം നമ്മൾ ഏകദേശം വെള്ളം ഇറങ്ങുന്നതനുസരിച്ച് റൂമുകൾ വൃത്തിയാക്കി തുടങ്ങി. കണ്ടില്ലേ? എന്തോ ഒരു ചെയറായിട്ട് കിടന്നതാ, അപ്പടി ചെയറായിട്ട് കിടന്ന. കണ്ടോ? ഇവിടെ ക്ലീനാക്കി വരുന്നേ ഉള്ളൂ. ഇപ്പോൾ വെള്ളം ഒഴിച്ചൊഴിച്ച് നമ്മളിതാ ഈ സാധനമൊക്കെ ഇട്ട് ലോഷനൊക്കെ ഒഴിച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ? വെള്ളമൊക്കെ പിന്നെ ഇത് കണ്ടോ? ഇത് വെള്ളം ഇറങ്ങിയിട്ടില്ല. കണ്ടില്ലേ? ചെള്ള കണ്ടില്ലേ? അതായത് പുഴയെന്ന് വന്ന് കയറിയ ഗ്രാവലൊക്കെയാ. കണ്ടോ? ഇതുപോലെ ചെള്ളയാണേ. ഇതാണ് നമ്മളിങ്ങനെ കഴുകി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ? ഇങ്ങനെ വെള്ളം ഒഴിച്ച് സോപ്പ് ഓയിലും ലോഷനും ഒക്കെ ഒഴിച്ച് വളരെ വൃത്തിയാക്കി നമ്മൾ ഇങ്ങനെ ചെളിയെല്ലാം കളഞ്ഞെടുക്കുകയാണ്. കണ്ടില്ലേ? ഇത് നമ്മളുടെ പ്രാർത്ഥനാ റൂമാണ്. അപ്പോൾ ഇത് എന്നിട്ട് വേണം ഈ ഇതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യും, ഇത് കസേരയും ഒക്കെ എടുത്ത് നമുക്ക് അറേഞ്ച് ചെയ്യാൻ. ഇതെല്ലാം ഉണങ്ങിയിട്ട് വേണം. അപ്പൊ ആദ്യം നമ്മൾ ഇത് ആദ്യത്തെ ട്രിപ്പ് നമ്മൾ നന്നായിട്ട് കഴുകി എല്ലാം എടുക്കും. പിന്നെ ഇതിന്റെ പുറകെ സോപ്പ് ഓയിലും എല്ലാം കൂടെ ഒഴിച്ചിട്ട് നല്ല വൃത്തിയിൽ വീണ്ടും കഴുകണം. അങ്ങനെ 2-3 ട്രിപ്പ് കഴുകിയാണ് നമ്മൾ ഈ സംഭവം സെറ്റ് ചെയ്യുന്നത്. കണ്ടോ? അപ്പം ഇനിയിപ്പോ അങ്ങോട്ടൊക്കെ ക്ലീൻ ചെയ്യാൻ കിടക്കുക. കണ്ടോ? അവിടെ ഒന്നും വെള്ളം ഇറങ്ങിയിട്ടില്ല. വെള്ളം ഇറങ്ങുന്ന അനുസരിച്ച് നമ്മളെ ഓരോ റൂമിൽ നമ്മൾ അറേഞ്ച് ചെയ്യുന്നു. ഇപ്പം നമ്മൾ ഇറങ്ങിയത് കുറേശ്ശെ നമ്മൾ ഇതുപോലെ ക്ലീൻ ചെയ്യാം. ഉണ്ടോ? ഇവിടെയും നമ്മൾ ക്ലീൻ ചെയ്ത് വരുന്നേ ഉള്ളൂ. ആദ്യത്തെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നല്ല ചവിട്ടി തേച്ച് കഴുകി ആ സാധനമൊക്കെ ഇട്ട് ഉരച്ച് വൈപ്പറൊക്കെ ഇട്ട് ഉരച്ച് നമ്മൾ ക്ലീൻ ചെയ്യാം. ഇതും കണ്ടോ? ഈ മുറിയും ക്ലീൻ ആക്കി. കണ്ടോ? ഇനിയും കുറച്ച് പണികളുണ്ട്. കാരണം തീർന്നിട്ടില്ല. ഇതിന്റെ പുറകെ നമ്മൾ ഇനിയും ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ കിടക്കുന്നേ ഉള്ളൂ. പക്കാ ക്ലീനിങ് കിടക്കുന്നേ ഉള്ളൂ. സോപ്പ് ഓയിലൊക്കെ ഒഴിച്ചിട്ടില്ല. ജസ്റ്റ് ഇപ്പം നമ്മൾ ആദ്യം 2-3 ട്രിപ്പ് വെള്ളം ഒഴിച്ച് ചവിട്ടി ഉരച്ച് കഴുകി ബ്രഷൊക്കെ ഇട്ട് ഉരച്ച് കഴുകി വൈപ്പറൊക്കെ ഇട്ട് ഉരയ്ക്കുകയാണ്. എന്നിട്ട് ഇതിന് ശേഷം സോപ്പ് ഓയിലിട്ട് ക്ലീൻ ചെയ്യും. ഇത് നമ്മുടെ കയറി വരുന്നിടത്തെ ഫ്രണ്ട്. ഇത് വടക്കുവശം പുഴയുടെ തീരത്തെ വാതിലാണ്. ഇത് കയറി വരുന്നിടത്തെ ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ടും കാര്യങ്ങളൊക്കെ ഇവിടാണ്. പിന്നെ ഇതാണ് അതിനോട് ചേർന്ന് തന്നെ എന്റെ ബെഡ്റൂമും കാര്യങ്ങളും. അപ്പൊ അതൊക്കെ ഓൾറെഡി നമ്മൾ ക്ലീൻ ചെയ്തു വരുന്നു. ഇത് നമ്മളുടെ പ്രാർത്ഥനാ റൂം. ഇതുമൊക്കെ ഏകദേശം ക്ലീൻ ചെയ്തു പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. ഒന്നും ആയില്ല, ഇനി കിടക്കുക. സോപ്പൊന്നും ഇട്ടിട്ടില്ല, കഴുകിയില്ല. ആദ്യം ചെളി നീക്കം ചെയ്യാം. പിന്നെ കിച്ചണിലോട്ടൊക്കെ എല്ലാം വെള്ളമാണ്, ഇറങ്ങി വരുന്നേ ഉള്ളൂ. കിച്ചണൊക്കെ വെള്ളം ഇറങ്ങിയിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ അമ്മയൊക്കെ കിടക്കുന്ന റൂമിലും വെള്ളം കുറച്ച് സ്ഥലത്ത് ഇറങ്ങി, ബാക്കി ഇറങ്ങിയിട്ടില്ല. അപ്പം അങ്ങനെ വരുന്നു. പിന്നെ അപ്പുറത്തെ റൂംസ് ഒന്നും വെള്ളം ഇറങ്ങിയിട്ടില്ല. അവിടെ അതുപോലെ വർക്ക് ഏരിയ ഒക്കെ വെള്ളമാണ്. പിന്നെ നമ്മുടെ പുറത്തെയുള്ള റൂംസും കാര്യങ്ങളും ഒക്കെ വെള്ളമാണ്. മുറ്റത്ത് വെള്ളമാണ്. അപ്പം വെള്ളം പെരക്കകത്തെ ഫുള്ളായിട്ട് ഇറങ്ങിയിട്ടില്ല. ഇറങ്ങുന്നതനുസരിച്ച് നമ്മൾ ക്ലീൻ ചെയ്ത് പോവുകയാണ്. ഇത് നമ്മുടെ കിഴക്ക് വശത്തെ ഡോറാണ്. ഇതാണ് നമ്മുടെ തോടിന്റെ സൈഡ്. ഇതാണ് ഞങ്ങളുടെ പ്രാർത്ഥനാ റൂം. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് അമ്മയുടെ അച്ചാച്ചിയുടെ ഒക്കെ റൂം, ബെഡ്റൂം. അത് കഴിഞ്ഞിട്ട് നേരെ വടക്കുവശത്തെ കയറി വരുന്നിടത്താണ് സിറ്റ് ഔട്ട്, നമ്മൾ ഇരിക്കുന്ന ഹാളും കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിനോട് ചേർന്നാണ് എന്റെ ബെഡ്റൂം. അപ്പൊ ഇത് ഒരു ഓർഡർ അനുസരിച്ച് ചെയ്തു വരുന്നേ ഉള്ളൂ. പണി നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ പരിക്കാവൊക്കെ ക്ലീൻ ചെയ്യുകയാണ്. പരിക്കാവൊക്കെ ഞാൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ചെളിയും വെള്ളവും ഒക്കെ ഉണ്ട്. അതെല്ലാം ഞാൻ ഉരച്ച് കഴുകുകയാണ് കേട്ടോ. ഇതുണ്ടോ? ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ആദ്യമേ വാഷ് ചെയ്യുവാണ്. ഈ പറഞ്ഞ വെള്ളം ഒക്കെ നന്നായിട്ട്
ഉപയോഗിച്ച് കഴുകി ഉരച്ച് കഴുകി വൃത്തിയാക്കും. കരയ്ക്കകമാണ് എല്ലാ മുറിയിലും വെള്ളം കയറി. അപ്പോൾ നമ്മളിങ്ങനെ ആദ്യമേ ഇങ്ങനെ ക്ലീൻ ആക്കുന്നുണ്ട്. നിങ്ങൾ ആദ്യം പരിക്കകം കിടന്ന് കണ്ടായിരുന്നല്ലോ അല്ലേ? വളരെ ചെളി കയറി. കാരണം പുഴയൊന്നും മുറ്റത്ത് ഈ കിഴക്കൻ വെള്ളം വന്നപ്പോൾ പുറത്ത് പുഴയിൽ നിന്ന് വന്ന് കയറിയ ആ അഴുക്ക് ഗ്രാവലും ഒക്കെ കൂടിയ ആ ചെളിവെള്ളമായിരുന്നു ഞാൻ ആദ്യം കാണിച്ചത്. നിങ്ങൾ കണ്ടു കാണും. അത് ഞാനിത് കഴുകി ഇതുപോലെ വൃത്തിയാക്കി വെടിപ്പാക്കി ഇങ്ങനെ എടുക്കുകയാണ്. ഇത് കണ്ടോ ഞാനിതിങ്ങനെ വെള്ളം ഇറങ്ങിയ ഭാഗത്ത് ഞാൻ ഇങ്ങനെ ഇതുപോലെ ക്ലീനാക്കി കൊണ്ടുവന്ന് കണ്ടോ. ഇതൊക്കെ ഞാൻ കട്ടയൊക്കെ വെച്ച് ഇനി എടുത്ത് കളയണം. ഞാൻ ഒന്നുകൂടെ ക്ലീൻ ചെയ്യുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് സോപ്പൊക്കെ ഇട്ട് നന്നായിട്ട്. ഇത് കണ്ടോ, ഇതിപ്പോൾ നമ്മുടെ രൂപത്തിൻ്റെ മുറിയാണ്. രൂപം വെച്ച യേശുവിൻ്റെ ഞങ്ങളുടെ പ്രാർത്ഥനാ മുറിയാണ്. രൂപം വെച്ച മുറിയാണ്. അപ്പോൾ പ്രാർത്ഥനാ മുറിയൊക്കെ ഞാൻ ക്ലീനാക്കി. പിന്നെ അച്ചാച്ചി അമ്മയും സ്ഥലത്തില്ല. അച്ചാച്ചി അമ്മയൊക്കെ ചേച്ചിയുടെ ഇളയ പെങ്ങളുടെ വീട്ടിൽ പോയിരിക്കുകയാണ്. ആ മുറിയൊക്കെ ഞാൻ ക്ലീൻ ആക്കിയിട്ടുണ്ട് കണ്ടോ, ഉരച്ച്. ഇനി ഇതെല്ലാം ഒന്നുകൂടെ കഴുകും, സോപ്പ് പൊതയൊക്കെ ഇട്ട് കഴുകും. ഞാൻ ഇപ്പോൾ എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട്. ടോയ്ലറ്റ്സും കാര്യങ്ങളും ഒക്കെ ഞാൻ വൃത്തിയാക്കി. എല്ലാം വൃത്തിയാക്കി ഞാൻ കാണിക്കാം. ഒന്നുകൂടെ പണിയുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ ഉരയ്ക്കാൻ കിടക്കുക. ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, തീർന്നില്ല. ടോയ്ലറ്റിന് തന്നെ പണി ഇനിയും കിടക്കുക. ടോയ്ലറ്റ്സ് ഇനിയും കിടക്കുകയാണ്. ഞാൻ ഇപ്പം ജസ്റ്റ് ആ കട്ടിയുള്ള ചെളി എടുത്ത് കളഞ്ഞു. കാരണം എന്ന് വെച്ചാൽ അതുപോലെ ചേറാണ്, അത് കളഞ്ഞു. പിന്നെ ഇനിയിപ്പോൾ 2 റൂമുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതൊക്കെ ഇതാണ് ചെള്ള കൂടിയ കണ്ടോ. ഇനി ഇതൊക്കെ ഇതുപോലെ ഉരച്ച് കഴുകണം. ഇങ്ങനെ ഉരച്ചൊരച്ച് കഴുകണം. ഇത് കണ്ടോ, ഇതുപോലെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഉരച്ചൊരച്ച് കഴുകി വൃത്തിയാക്കണം. ചെള്ള ഇങ്ങനെ ഇളക്കി കളയണം. എന്നിട്ട് ലാസ്റ്റാണ് സോപ്പ് ഉപയോഗിച്ച് നമ്മൾ വൃത്തിയാക്കുന്നത്. ഇപ്പോൾ ഈ മുറിയിലൊക്കെ വെള്ളം ഇറങ്ങിയിട്ടില്ല കേട്ടോ. കിച്ചണിൽ ഇറങ്ങിയിട്ടില്ല, അതുപോലെ തന്നെ ഈ മുറികളിലൊന്നും ഇറങ്ങിയിട്ടില്ല. ഇതൊക്കെ ചെള്ളയാണ്. ഇതൊക്കെ ഇനി പറഞ്ഞ കണക്ക് കഴുകി വൃത്തിയാക്കണം. ഇത് കണ്ടോ, ഇതൊക്കെ ഉരച്ച് കഴുകാൻ കിടക്കുക. ഇല്ലെങ്കിൽ ലിക്വിഡൊക്കെ ഉപയോഗിച്ചിട്ട് വേണം കഴുകാനായിട്ട്. സോപ്പ് പൊതയും ഒക്കെ ഉപയോഗിച്ച് നല്ല പണിയുണ്ട്. അപ്പോൾ എല്ലാം ഞാനിങ്ങനെ മോളിൽ കയറ്റി വെച്ചിരിക്കുന്നതേ ഉള്ളൂ, ഒന്നും പണി കഴിഞ്ഞിട്ടില്ല. കണ്ടോ, അലമാരി എല്ലാം വെള്ളത്തിലായിരുന്നു കണ്ടല്ലോ. ഇതിപ്പോഴാണ് കഴുകി ഞാൻ കണ്ടില്ലേ. അലമാരിയൊക്കെ വെള്ളത്തിലായിരുന്നു. അമ്മയുടെ വാക്കറാണ്, നടക്കുന്ന വാക്കറാണ്. പിന്നെ അടുക്കളയാണ് ഇപ്പോൾ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇപ്പം വൃത്തിയാക്കുന്ന അടുക്കളയാണ്. അടുക്കള വെള്ളമുണ്ട് കേട്ടോ. അടുക്കളയിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ടൊന്നുമില്ല. ഇത് അടുക്കളയാണ്. അതുപോലെ വർക്ക് ഏരിയയിലും ഒക്കെ വെള്ളമാണ്. ഇതുണ്ടോ, ഇവിടെയൊക്കെ വെള്ളമാണ്. ഇത് നമ്മുടെ മുറ്റമാണ്, അടുക്കള വശമാണ്, മുറ്റമാണ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഫ്രണ്ടൊക്കെ ഞാൻ വൃത്തിയാക്കി കേട്ടോ. ആദ്യം വടക്ക് വശത്ത് പുഴയുടെ സൈഡിലത്തെ ആ റൂമിലെ വെള്ളം ഇറങ്ങി, അത് ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനിയും ഫിനിഷിങ് കഴിഞ്ഞിട്ടില്ല. എൻ്റെ റൂമിലെയും വെള്ളം ഇറങ്ങി, അത് ഞാനും വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഞാൻ കണ്ടോ, ഇതൊക്കെ ഞാൻ എൻ്റെ റൂമാണ്, അത് വൃത്തിയാക്കിയിട്ടുണ്ട്, കഴുകിയിട്ടുണ്ട്, വൃത്തിയാക്കിയിട്ടുണ്ട്. ഇതൊക്കെയാണ്. അപ്പോൾ മുറ്റത്തൊക്കെ വെള്ളം നിൽക്കുന്നു. ഇറങ്ങാൻ തുടങ്ങുന്നേ ഉള്ളൂ. ഇനിയും കിടക്കുകയാണ്, വെള്ളം ഇറങ്ങിയിട്ടില്ല. ഇതാണ് നമ്മുടെ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ നടക്കുകയാണ്. ഞാൻ അത്യാവശ്യ സാധനങ്ങളൊക്കെ വാരിപ്പെറുക്കി മുകളിലോട്ട് വെച്ചിട്ടാണ് ഈ ക്ലീനിങ് നടത്തുന്നത്. ഇതുപോലെ എൻ്റെ ലൈഫിൽ നടക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളും എൻ്റെ വീട്ടിലെ കാര്യങ്ങളും ഞാൻ പോകുന്ന സ്ഥലത്തെ വിശേഷങ്ങളും ഒക്കെ നിങ്ങളെ അറിയിക്കും. ഒരുപാട് ആൾക്കാർ അത് ചോദിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ എൻ്റെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങളെ കൂടെ ഒക്കെ അറിയിക്കുക. കാരണം ഒരുപാട് പേര് എന്നെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അവർ ചോദിക്കുന്നതിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഇതുപോലെയുള്ള മറ്റ് നല്ല വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.